Hello everyone. Welcome to ILAN IAS Ignite Foundation Daily Newspaper Analysis. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 13 ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ദ ഹിന്ദു അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസസ് ഏതൊക്കെയാണെന്ന്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ് അബൌട്ട് മീഡിയ സ്കാംസ്. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കുറെ സ്കാമുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സഹ്യാദ്രി ടൈഗർ റിസർവ് ഉണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് ടൈഗേഴ്സിനെ ട്രാൻസ്ലൊക്കേഷൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോ അതിന്റെ കാര്യങ്ങൾ നോക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രീക്വന്റ് സിഗ്നൽ ഫെയിലിയർ ഇൻ റെയിൽവേസ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തായിരുന്നു. അപ്പോ അതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ INS ആനുവലി എന്ന് പറയുന്ന ബേസ് നമ്മൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ന്യൂസസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ന്യൂസിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ദ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ് അബൌട്ട് സോഷ്യൽ മീഡിയയിലെ സ്കാംസിനെ കുറിച്ച്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഡിജിറ്റൽ വേൾഡ് ആണ്, ഡിജിറ്റൽ യുഗമാണ്. അതുപോലെ തന്നെ AI ഡെവലപ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു. AI റിലേറ്റഡ് നല്ല രീതിയിലുള്ള കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. ഡിജിറ്റൽ വേൾഡ് ആയതുകൊണ്ട് തന്നെ പലതരത്തില് പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് AI സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ മറ്റൊന്ന് ബിറ്റ്കോയിൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്കാമുകൾ. അപ്പൊ ആ ഒരു സ്കാമിനെ കുറിച്ചാണ് ഈ ഒരു എഡിറ്റോറിയൽ ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് ഒരു ഹൈദരാബാദിലുള്ള ഒരു ഡോക്ടറിന് ഒരു 20 ലക്ഷം നഷ്ടപ്പെട്ടിരുന്നു. അതായത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടുള്ളൊരു AI വെച്ചിട്ടുള്ള ഡീപ് ഫേക്ക് വെച്ചിട്ടൊരു വീഡിയോ വന്നിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ വഴി ആളുകൾക്ക് ഒരു ഡോക്ടറിന് അദ്ദേഹത്തിന്റെ ഒരു 20 lakhs rupees നഷ്ടമായി. അപ്പൊ നമുക്ക് ഇതൊരു എന്താ പറയാ, നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ഡീപ് ഫേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഒറിജിനൽ ആണോ അതോ ഫേക്ക് വീഡിയോ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഇത് വളർന്നു വരുന്നത്. അപ്പോ അത് നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ വരുവാനും അത് മെന്റലി പല രീതിയിലും നമ്മളെ അഫക്ട് ചെയ്യാനായിട്ടൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ വീഡിയോ വന്നത് ഒരു ഡീപ് ഫേക്ക് ആയിരുന്നു. അതായത് നിർമ്മല സീതാരാമന്റെ ഫേസ് റിസംബിൾ ചെയ്യും, ബട്ട് അത് ഒറിജിനൽ ആ ഒരു ഫേസ് അല്ല. ഇത് സർക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ പറയുന്ന AI റിലേറ്റഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നു. ഇതിനുള്ളത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ ഒരു മേഖലയിലുള്ള എഡ്യൂക്കേഷൻ ആളുകൾക്ക് കുറവാണ്. കാരണം ഇപ്പോഴാണ് കൂടുതൽ ആളുകൾ ഫോണുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിൽ ആളുകളെ പറ്റിക്കാനായിട്ട് പറ്റുന്നുണ്ട്, അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള കൃത്യമായിട്ട് ആളുകൾക്ക് അറിയില്ല. അതൊക്കെ നല്ല രീതിയിൽ ഇവിടെ എന്താണ് ചൂഷണം ചെയ്യുന്നത്. ദെൻ നമ്മളിവിടെ ഇങ്ങനെ വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വൾണറബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ഈ ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് കുറച്ച് വൾണറബിലിറ്റീസ് ഉണ്ട്. അതാണ് ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള രീതിയിൽ ആളുകളെ പറ്റിക്കുന്നതും പണം നെട്ടലും ഒക്കെ വരുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് AI ഡീപ് ഫേക്ക് ആണ്. ഡീപ് ഫേക്ക് വരുന്ന സമയത്ത് എന്റെ അതേ ക്ലോണിലുള്ള ഒരാളെ എന്റെ പാരന്റ്സിനെയോ ഒക്കെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പറയുന്ന രീതിയിൽ പറയുന്ന സമയത്ത് അവരെന്താണ് സത്യമാണെന്ന് വിചാരിച്ച് പൈസ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ വലിയ വലിയ നേതാക്കളുടെയും വലിയ വലിയ ആളുകളുടെയും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് പറയുന്ന സമയത്ത് അത് സത്യമാണെന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു ഇടത്തേക്ക് പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അതെന്താണ്, അതൊരു വൾണറബിലിറ്റി ആണ്. അത് നമുക്ക് ഭാവിയിൽ വീണ്ടും ഇതിലും വലിയ എഫക്ട്സുകൾ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻസ് ആണ്. ഈ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പൊ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവുള്ള ആളുകളോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല കൃത്യമായിട്ട് ഇത് ഫേക്ക് ആണോ അല്ലേന്ന് മനസ്സിലാക്കാനും. അപ്പോ ചെറിയ പൈസ ഇട്ട് കഴിയുമ്പോൾ പൈസ കൂടുതൽ കിട്ടും. അങ്ങനത്തെ ഇത് വരുന്ന സമയത്ത് ആളുകൾ പെട്ടെന്ന് ശരിയായിട്ടുള്ള സ്കീമാണെന്ന് വിചാരിച്ച് പൈസ ഇടാനും അങ്ങനെ പൈസ നഷ്ടമാവാനൊക്കെ ആയിട്ട്
വരുന്നുണ്ട്. ദെൻ നമ്മുടെ ഇതിനായിട്ടുള്ള റെഗുലേറ്ററി ഗ്രൂപ്പ്സ്, ഇപ്പൊ ക്രിപ്റ്റോ കറൻസി പോലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ അതിനായിട്ടുള്ള റെഗുലേഷൻസ് ഒക്കെ എന്താണ് വളരെ കുറവാണ്. അപ്പൊ റെഗുലേറ്ററി ഗ്രൂപ്പ്സ് കുറവാണ്, അത് ഇതിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഈ പറയുന്ന ഏത് സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും അതിന്റെ മോണിറ്ററിംഗ് വളരെ കുറവാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ സാധനങ്ങള് ഈ പറയുന്ന സ്കാമുകൾ കൂടി വരാനായിട്ട് കാരണമായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ കുറച്ച് റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്, ഈ പറയുന്ന സ്കാമുകളെ എങ്ങനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മെഷേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ്, ഗവൺമെന്റ് മസ്റ്റ് ഡിഫൈൻ സ്റ്റാൻഡേർഡ്സ് ഫോർ രജിസ്ട്രേഷൻ, ഡിസ്ക്ലോഷർ ആൻഡ് ക്രോസ് ബോർഡർ കോപ്പറേഷൻ ടു ലിമിറ്റ് സ്പേസ് ഇൻ വിച്ച് ഫ്രോഡുലന്റ് സ്കീംസ് ഓപ്പറേറ്റ്. കൃത്യമായിട്ടുള്ള റെഗുലേഷൻസും രജിസ്ട്രേഷൻസും ഡിസ്ക്ലോഷേഴ്സും ഇങ്ങനെയുള്ളതിന് കൊണ്ടുവരണമെന്ന് പറയുന്നത്. സെക്കൻഡ്, നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് പറയുന്നത് ടെക്നിക്കൽ ലിറ്ററസി മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് എ public priority. Awareness effort should be continuous and supported by educational institutions rather than limited to periodic campaign by police units. അതായത് നമ്മൾ പോലീസ് വന്നിട്ട് ഒരു അവയർനെസ് കൊടുക്കുന്നതിനേക്കാളും കൃത്യമായിട്ട് നമ്മൾ ഗവൺമെന്റ് ഇതിനായിട്ടുള്ള അവയർനെസ്, എഡ്യൂക്കേഷൻസ് ഒക്കെ കൊടുക്കുക, അതിനായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം ചെയ്യാന്നുള്ളതാണ് നമുക്ക് മറ്റൊരു വഴി. Then third, social media platform should be required to remove fraudulent content proactively. പറയുന്ന സോഷ്യൽ മീഡിയ വഴി വരുന്ന ഫേക്ക് ആയിട്ടുള്ള, ഡീപ് ഫേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് അതിനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് പലപ്പോഴും ഈ പറയുന്ന സോഷ്യൽ മീഡിയ സ്കാംസ് മനസ്സിലാവാതിരിക്കാനോ അല്ലെങ്കിൽ പറ്റിപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടാതിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇവർ കൂടുതലും ഉപയോഗിക്കുന്നത് ഫോറിൻ കൺട്രീസ് എന്നുള്ള ചാനലുകളാണ്. അപ്പൊ നമ്മൾ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞത് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ അതിനകത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ചാനൽ നിലവിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ലോസ് ഒക്കെ കൊണ്ടുവരണം എന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന സ്കാമുകൾ, അതെങ്ങനെയാണ് നമ്മൾ അഫക്ട് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത് നമ്മുടെ ഹിന്ദുവിൽ വന്നിട്ടുള്ളൊരു ഓപ്പഡ് ആണ്. നമ്മുടെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട്. ആ ഒരു ആക്ട് പ്രകാരം എന്താ, നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഇൻഫർമേഷൻസും ഗവൺമെന്റിൽ നിന്ന് ഗ്യാദർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഏതൊരു മിനിസ്ട്രീനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്, അങ്ങനെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നമുക്ക് അറിവുകൾ കിട്ടും. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് മിസ്റ്റർ ശൈലേഷ് ഗാന്ധിയാണ്. അദ്ദേഹം ഫോർമർ ഇൻഫോർമേഷൻ കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറയുന്നത് ഒരു ഡെമോക്രസി ആയിട്ടുള്ള ഒരു കൺട്രിയിലെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു തുടങ്ങുന്നത്. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഇസ് ഫൗണ്ടഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് in a democracy which is defined as a rule of the people, by the people, for the people, all information held by the government inherently belong to citizen. അതായത് ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നതും അത് സിറ്റിസൺസിന് ബിലോങ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സിറ്റിസൺസിന് അറിഞ്ഞിരിക്കണം എന്നാണ്. ഇത് റൈറ്റ് ഇൻഫോർമേഷൻ ആക്ടിന്റെ കോർ ആയിട്ട് പറയുന്ന കാര്യം തന്നെ അതാണ്. നമ്മൾ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ആളുകളിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാനായിട്ട് പാടില്ല. എല്ലാം എന്തായിരിക്കണം, ആളുകൾക്ക് ഈസിലി അവൈലബിളും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങളുമായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റ് ഇൻഫോർമേഷൻ ആക്ടിനെ കുറിച്ചല്ല. നമ്മുടെ ഒരു ലോ ഉണ്ട്, ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞ ആക്ട് വന്നത് പ്രകാരം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിന്റെ ഒരു ഭാഗം അവിടെ ചുരുങ്ങിപ്പോയി. ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒറിജിനൽ സെക്ഷൻ ആക്ട് ഓൾവേസ് ഇൻക്ലൂഡ് സ്പെസിഫിക് എക്സംഷൻ ടു പ്രൊട്ടക്ട്. നമ്മുടെ ഈ പറഞ്ഞ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടല്ലോ, Data Protection Act always included specific exemption to protect certain interests such as national sovereignty. One crucial exemption is Act Section 1J, which is on a personal information. അതായത് നമ്മൾ റൈറ്റ് ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം എല്ലാ തരത്തിലുള്ള ഡാറ്റാസും നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു എക്സംഷൻ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് നമ്മുടെ സോവറിനിറ്റി, അതായത് നമ്മുടെ രാജ്യത്തിന്റെ സോവറിനിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡാറ്റാസ് ആളുകൾക്ക് കൊടുക്കാതിരിക്കാം, ആ ഒരു ഇൻഫോർമേഷൻ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഇരിക്കാനായിട്ട് പറ്റുമെന്നുള്ളൊരു എക്സംഷൻ ആയിരുന്നു. ബട്ട് ഈ ഡാറ്റ പ്രൊട്ടക്ഷന്റെ ഈ ഒരു ആക്ടിന്റെ ഈ ഒരു ക്ലോസ് കൊണ്ടുവന്ന സമയത്ത് ഇവിടെ നമുക്ക് ആളുകളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യാനാ ഡിസ്ക്ലോസ് ചെയ്യണ്ട, അതും
മറച്ചു വെക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു ക്ലോസ് കൊണ്ടുവന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്താണ്, അതൊരിക്കലും നമ്മളെ പോലുള്ളൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യത്തിന് അത് ചേർന്നതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ദെൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പ്രൊവിഷൻ പ്രകാരം നമ്മുടെ പാർലമെന്റിനും അതുപോലെ തന്നെ മറ്റു ആളുകൾക്കും ഡിനേ ചെയ്യാത്ത കാര്യങ്ങൾ ഒരിക്കലും ഓർഡിനറി സിറ്റിസൺസിനും ഡിനേ ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പാർലമെന്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനോ ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ഡാറ്റ പാർലമെന്റിനോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനോ കൊടുക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് നമ്മുടെ ഓർഡിനറി സിറ്റിസൺസിനും ഡിനേ ചെയ്യാനായിട്ട് പാടില്ല. അതായത് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇറ്റ്സ് റൈറ്റ് ടു ഡിനേ ഇൻഫർമേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നാണ് ഈ ഒരു ഒപ്പീനിയനിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ നമ്മൾ PIOs എന്നാണ് പറയുന്നത്. ഈ PIOs പ്രകാരം അവർ കൊടുക്കുന്ന ഡാറ്റാസ് എന്തെങ്കിലും തരത്തിൽ മിസ്റ്റേക്ക് വരികയോ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇറേസ് ഉണ്ടെങ്കിൽ ഇത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. ഇതുപോലെ തന്നെ അവർക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് പെനാൽറ്റീസ് വരുന്നുണ്ട്. അതായത് ഒരു ₹250 crore ഒക്കെ സ്ട്രോങ് പെനാൽറ്റീസ് വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന റൈറ്റ് ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇങ്ങനെ മിസ്റ്റേക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പെനാൽറ്റി വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഡാറ്റാസ് കൊടുക്കാതിരിക്കും, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാതായിട്ട് ഇരിക്കും. അപ്പോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, റൈറ്റ് ടു ഡിനേ ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് എന്താണ്, ഓഫ് കോഴ്സ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. അത് ആളുകളിലേക്ക് എല്ലാ തരത്തിലുള്ള ഡാറ്റ എത്തിക്കണം. കാരണം നമ്മുടെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതാണ്. അതിലൊന്നിൽ തന്നെ നമ്മൾ മുൻപോട്ട് പോകേണ്ടതാണ് എന്നാണ് അദ്ദേഹം ഈ ഒരു ഒപ്പീനിയനിൽ പറയുന്നത്. ദെൻ നമുക്ക് ഇതാണ് നമ്മുടെ 2 ലീഡിങ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഒരു ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആണ്. ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ടൈഗർ ടു സഹ്യാദ്രി റിസർവ്. നമ്മൾ 2023 നമ്മുടെ സഹ്യാദ്രി ടൈഗർ റിസർവിലേക്ക് ടൈഗേഴ്സിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നു. എവിടെ നിന്നൊക്കെയാണ്, തഡോബ അതുപോലെ തന്നെ പെഞ്ച് ടൈഗർ റിസർവ്. മഹാരാഷ്ട്രയിലെ 2 ടൈഗർ റിസർവുകളാണ്, തഡോബ അന്താരി ടൈഗർ റിസർവ് അതുപോലെ തന്നെ പെഞ്ച് ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് സഹ്യാദ്രി ടൈഗർ റിസർവിലേക്ക് ഒരു 8 ടൈഗേഴ്സിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഉള്ള നടപടികൾ തുടങ്ങിയിരുന്നു. അപ്പൊ അതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ ക്ലിയറൻസ് കൊടുത്തു എന്നുള്ളൊരു ന്യൂസ് ആണ് നമുക്ക് ഇന്നത്തെ പേപ്പറിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ബിഗ് കാറ്റ്സുകൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകൾ ഏതോ ഒരു പഴയൊരു ന്യൂസ് പേപ്പർ ക്ലാസ്സിൽ ബിഗ് കാറ്റ്സിനെ കുറിച്ചും ഏതൊക്കെയാണ് നമ്മുടെ ബിഗ് കാറ്റ്സുകൾ എന്നും പറഞ്ഞിരുന്നു. ഓർമ്മയുള്ളവരൊക്കെ കമന്റ് ചെയ്യുക ഏതൊക്കെയാണ് നമ്മുടെ ബിഗ് കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബിഗ് കാറ്റ്സിന്റെ പോപ്പുലേഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചില ടൈഗർ റിസർവ്സിന്റെ ആ ഒരു അന്തരീക്ഷം ഈ ഒരു പോപ്പുലേഷൻ കൂട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ടൈഗേഴ്സിനെ മാറ്റുന്ന ഈ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ടൈഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് വെസ്റ്റേൺ ഗഡ്സിന്റെ സഹ്യാദ്രി ഹിൽസ് റീജിയനിലുള്ള ടൈഗർ റിസർവ് ആണ് സഹ്യാദ്രി ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ഇവിടേക്കാണ് നമ്മൾ ഈ ടൈഗേഴ്സിനെ മാറ്റാനായിട്ട് പോകുന്നത്. ഈ ഒരു സഹ്യാദ്രി റിസർവ് പേര് വന്നിരിക്കുന്നത് തന്നെ സഹ്യാദ്രി റേഞ്ചസ് വെസ്റ്റേൺ ഗഡ്സിന്റെ ഭാഗമായിട്ടാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി NTCA ആണ് ഈ ഇതിനുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കുന്നതും ട്രാൻസ്ലൊക്കേഷൻസ് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നത്. അപ്പൊ നമ്മൾ ഈ സഹ്യാദ്രി നാഷണൽ പാർക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇത് നമുക്ക് നമ്മുടെ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് നോക്കാം. കാരണം ഇങ്ങനെ ന്യൂസസ് വരുന്ന ടൈഗർ റിസർവ്സ് അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ പാർക്സ് ഒക്കെ കൊടുത്തിട്ട് ഇത് ഏത് സ്റ്റേറ്റിലാണ്, അവിടെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് എങ്ങനെയാണെന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സഹ്യാദ്രി ടൈഗർ റിസർവ് എന്ന് പറയുന്നത് സഹ്യാദ്രി റേഞ്ച് ഓഫ് വെസ്റ്റേൺ ഗഡ്സ് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ബൗണ്ടറി ബിറ്റ്വീൻ മഹാരാഷ്ട്ര, കർണാടക ആൻഡ് ഗോവ റീജിയൻ ആണ്. അതുപോലെ തന്നെ എവർഗ്രീൻ, സെമി എവർഗ്രീൻ അതുപോലെ തന്നെ മോസ്റ്റ് ഡെസിഡസ് ആയിട്ടുള്ള ഫോറസ്റ്റ് റേഞ്ച് ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാനായിട്ട് പറ്റുന്നത്. ദെൻ സഹ്യാദ്രി ഹാബിറ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് വുഡ്ലാൻഡ്സ്, ഗ്രാസ്ലാൻഡ്സ് ആൻഡ് പ്ലേറ്റ്യൂ. ഇതിനെ നമ്മൾ സദ അതുപോലെ തന്നെ ലാട്രേറ്റിംഗ് നേച്ചർ എന്നാണ്
അവിടെ ആ ഒരു ഏരിയ ലാറ്ററിന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്ലോറസ് എന്ന് പറയുന്നത് കാർബി, ബാംബു, അതുപോലെ തന്നെ കുംബാൽ ആൻഡ് ഫ്രൂട്ട് സ്പീഷീസ് ഒക്കെയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോണാസ് അവിടെ വരുന്നത് വൈൽഡ് ലോഗ്, ലെപ്പാർഡ്, ഗൗർ, സാമ്പാർ, അതുപോലെ തന്നെ 4 ഹോൺഡ് ആന്റിലോപ്പ്, മൗസ് ഡീർ, സ്ക്വിറൽ, അതുപോലെ തന്നെ എൻഡമിക് ഹോൺബിൽസും ബ്ലൂ ഫിൻഡ് മഷീർ ഇൻ കൊയ്ന റിവർ ഒക്കെ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോണ സ്പീഷീസ് ആണ്. ദെൻ ഈ ഒരു സഹ്യാദ്രി ടൈഗർ റിസർവ് ഈസ് വൺ ഓഫ് ദ ഓൺലി 5 ടൈഗേഴ്സ് ഇൻ ദ കൺട്രി വിത്ത് നോ ടൈഗർ പോപ്പുലേഷൻ. അതാണ് അവിടുത്തെ ഒരു തമാശ എന്ന് പറയുന്നത്. ഇപ്പൊ അവിടേക്ക് നമ്മൾ മാറ്റാനൊക്കെ ആയിട്ട് പോകണല്ലോ. അതുപോലെ തന്നെ 4 ടൈഗർ റിസർവ്സ് വിത്ത് നോ ടൈഗർ പോപ്പുലേഷൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർവാൽ തെലങ്കാന, അതുപോലെ തന്നെ കാംലഗ് അരുണാചൽ പ്രദേശ്, ദെൻ ദാംബ മിസോറം, അതുപോലെ തന്നെ സഡ്കോഷിയ ആണ്. ദെൻ നമുക്കിവിടെ പറയാനായിട്ടുള്ളത് നമ്മുടെ ചണ്ടോലി നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ കൊയ്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിനെ രണ്ടിനെയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് 2010 നമ്മുടെ സഹ്യാദ്രി ടൈഗർ റിസർവ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സഹ്യാദ്രി ടൈഗർ റിസർവിനെ കുറിച്ചാണ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. 8 ടൈഗേഴ്സിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നു. ദെൻ നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ റെയിൽവേസിന്റെ ഫ്രീക്വന്റ് ആയിട്ടുള്ള സിഗ്നൽ ഡിസ്ട്രപ്ഷനെ കുറിച്ചാണ്. ഈ ഒരു ഇത് വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെഡ് സീ കേബിൾ കട്ട് ചെയ്തതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഈ റെഡ് സീ കേബിൾ വഴിയാണ് നമ്മുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതും നമ്മുടെ സിഗ്നൽസ് ഒക്കെ കൃത്യമായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായ സമയത്ത് നമ്മുടെ റെയിൽവേ സിസ്റ്റത്തിലും ഈ പറയുന്ന ഇഷ്യൂസ് ബാധിച്ചു. നമുക്കറിയാം റെയിൽവേസും പോകുന്നത് ഈ പറയുന്ന സിഗ്നൽസ് വെച്ചിട്ടാണ്. അപ്പൊ സിഗ്നൽസ് ഡിസ്ട്രപ്ഷൻ ഉണ്ടാവുന്ന സമയത്ത് റെയിൽവേയിലെ ട്രെയിനുകളുടെ ട്രാക്കിംഗ് തെറ്റും, മേ ബി അപകടങ്ങൾ ഉണ്ടാവാം, ട്രാക്കിൽ ഒരേ സമയം 2 ട്രെയിനുകൾ പോകും. അപ്പൊ സിഗ്നൽസ് തമ്മിലുള്ള കണക്ഷൻ ഇഷ്യൂസ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതെന്താണ്, നമുക്ക് സേഫ്റ്റി ഇഷ്യൂസിനെ കുറിച്ച് നമുക്കൊരു കൺസേൺ ആവുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു 2 years മുമ്പ് ഈ പറയുന്ന ട്രെയിൻസ് തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുള്ള ട്രാജഡീസ് ഒക്കെ കണ്ടിരുന്നു. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് കവച് എന്ന് പറയുന്നത്. കവച് സ്കീം, ഇന്ത്യസ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണ് കവച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിഗ്നൽസ് നഷ്ടമാവുന്ന സമയത്തിൽ ഈ പറയുന്ന കവച് സ്കീം ഒക്കെ നമുക്ക് സിഗ്നൽസ് കട്ടാവും. ബ്ലോക്ക് ഓഫ് സിഗ്നലിംഗ്, അതുപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡബിൾ ലൈൻ കൺസ്ട്രക്ഷൻ, ബൗണ്ടറി വെൽ പ്രോഗ്രാം, നമ്മുടെ കവച് സ്കീം, ഇതിനൊക്കെ ഈ സിഗ്നൽസ് ഡിസ്ട്രപ്ഷൻ നന്നായി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ കവച് സ്കീം എന്ന് ചെറുതായിട്ട് നോക്കാം. കവച് സ്കീം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഇന്ത്യൻ റെയിൽവേസിന്റെ ഓട്ടോമാറ്റിക് ആയുള്ള ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണ് കവച് എന്ന് പറയുന്നത്. മെയിൻലി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് കൊളീഷൻ ബിറ്റ്വീൻ 2 ലോക്കോമോട്ടീവ് എക്യുപ്ഡ് ഫങ്ഷണൽ കവച്, അതുപോലെ തന്നെ continuous update of movement authority with the display or signal aspects in driver machine interface, loco pilot operation indicated panel കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് നമ്മുടെ 2 ട്രെയിനുകൾ തമ്മിലുള്ള യാത്രയിൽ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണ് എന്ത് കവച് വരുന്നത്. അപ്പൊ കവച് എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 വർഷമായിട്ടുള്ള ന്യൂസിൽ വന്നിട്ടുള്ള ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ ഈ കഴിഞ്ഞ പ്രിലിംസിൽ UPSC 2025 പ്രിലിംസിൽ അത് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേസ് ഹാവ് പ്രിപ്പയർഡ് എ നാഷണൽ റെയിൽ പ്ലാൻ ടു ക്രിയേറ്റ് ഫ്യൂച്ചർ റെഡി റെയിൽവേ സിസ്റ്റം ബൈ 2028. Then Kavach is an automatic train protection system developed in collaboration with Germany. Kavach system consists of rapid tag fitted on track in station section. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ 2025 വന്നിട്ടുള്ള PVK ആയതുകൊണ്ട് അതിന്റെ ആൻസർ കീ ഇപ്പോഴും UPSC ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതൊരു April May ഒക്കെ ആവും. ഫൈനൽ റിസൾട്ട് വരുമ്പോഴേ പറയൂ. അതുകൊണ്ട് ഇതിന്റെ ആൻസർ നിങ്ങളോട് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് PVQs അതിന്റെ ആൻസർ കീ വന്നതിന് ശേഷം ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു ന്യൂസ് റിലേറ്റഡ് ആയിട്ട് എന്താണ് നമുക്ക് പ്രിലിംസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു PVQ കൂടെ ആഡ് ആക്കിയിരിക്കുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് 15th വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ CP രാധാകൃഷ്ണൻ സാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഓഫീസ് എന്താണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ആദിത്യ സാർ അതുപോലെ തന്നെ ഞാനും ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഇതിനകത്ത് എടുക്കാനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്
ഓത്ത് ഓർ അഫർമേഷൻ ഓഫ് വൈസ് പ്രസിഡന്റ് എന്നുള്ളതാണ്. വൈസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഉള്ള കാര്യങ്ങൾ വരുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 69 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ്. ആ ഒരു ആർട്ടിക്കിളിലാണ് പറയുന്നത്. ഈ ആർട്ടിക്കിളിൽ കൃത്യമായിട്ട് പറയുന്നു, സ്റ്റേറ്റ്സ് എവറി വൈസ് പ്രസിഡന്റ് ഷാൽ ബിഫോർ എൻറ്ററിംഗ് അപ്പോൺ ഹിസ് ഓഫീസ് മേക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബിഫോർ ദ പ്രസിഡന്റ് ഓർ സംവൺ പേഴ്സൺ അപ്പോയിന്റഡ് ഇൻ ദാറ്റ് ബിഹാഫ് ബൈ ഹിം. അതായത് ഏതെങ്കിലും നമ്മുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഓഫീസ് ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് സത്യപ്രതിജ്ഞ എടുക്കണം. അത് പ്രസിഡന്റ് ആയിരിക്കും സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അഭാവത്തിൽ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പൊ അത് പ്രകാരം വൈസ് പ്രസിഡന്റ് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഓഫ് ഓത്ത് ഇൻക്ലൂഡ് എ പ്ലെഡ്ജ് ടു അപ്ഹോൾഡ് ട്രൂ ഫെയ്ത്ത്, അതുപോലെ തന്നെ അലൈജൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ടു diligently carry out the responsibilities of the office. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് കൂടുതൽ വൈസ് പ്രസിഡന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും പ്രസിഡന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും പ്രിയമ്മിനെ കുറിച്ചൊക്കെ നമ്മുടെ ഷിന സാറിന്റെ പൊളിറ്റിക്കൽ ക്ലാസ്സസിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ദെൻ നമുക്ക് വന്നിട്ടുള്ളൊരു മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ. റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണക്കാർ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ ഇൻഫ്ലേഷനെ കുറിച്ച് ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഇൻഫ്ലേഷൻ കൂടി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പഴം, പച്ചക്കറി, പെസിമി പറയുന്ന സാധനങ്ങളുടെ ഒക്കെ റേറ്റ് കൂടി. അങ്ങനെ റേറ്റ് കൂടിയ സമയത്ത് എന്ത് പറ്റി, നമ്മുടെ ഇൻഫ്ലേഷനും കൂടാനായിട്ട് കാരണമായി എന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് വരുന്നത്. Retail inflation broke a 9-month decline streak in August, quickening to 2.1% from 1.55% in July. According to official data, inflation in August was marginally higher than the lower bound of Reserve Bank of India's comfort band of 2% to 6% of retail inflation. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 6% to 6% എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ എന്താണ് നമ്മുടെ എക്കണോമിക്ക് നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 2.1% ഇൻക്രീസ് ഉണ്ടായി എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ഇൻഫ്ലേഷൻ കൂടാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് വെജിറ്റബിൾസ്, മീറ്റ്, ഫിഷ് ഓയിൽ, അതുപോലെ തന്നെ ഫാറ്റ്, പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ എഗ്, ഇതിന്റെയൊക്കെ വില കൂടിയതാണ്. ഇതിന്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ റിറ്റെയിൽ ഇൻഫ്ലേഷൻ കൂടിയിരിക്കുന്നത്. അപ്പൊ എന്താണ് റിറ്റെയിൽ ഇൻഫ്ലേഷൻ, എങ്ങനെയാണ് റിറ്റെയിൽ ഇൻഫ്ലേഷൻ കൂടുന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്കൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ എടുക്കാവുന്ന ഒരു ചെറിയൊരു ന്യൂസ് മാത്രമാണ് ഇത്. ദെൻ നമ്മുടെ ലാസ്റ്റ് ന്യൂസ് അബൌട്ട് നമ്മുടെ പ്രിലിംസ് സ്നിപ്പെറ്റ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ് INS ആരവല്ലി എന്ന് പറയുന്നത്. INS ആരവല്ലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു നേവിയുടെ ബേസ് ആണ്, നേവി ബേസ് ആണ് INS ആരവല്ലി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇന്ന് കമ്മീഷൻ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ആണ് വരുന്നത്. ഈ ഒരു ബേസ് വരുന്നത് നമ്മുടെ ഗുരുഗ്രാമിലാണ്. ഇന്ത്യൻ നേവി കമ്മീഷൻഡ് ഇറ്റ്സ് ലേറ്റസ്റ്റ് നേവൽ ബേസ് INS ആരവല്ലി അറ്റ് ഗുരുഗ്രാം ഓൺ ഫ്രൈഡേ. നമ്മുടെ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു പേരാണ് ഈ പറയുന്ന ബേസിന് കൊടുത്തിരിക്കുന്നത്. ഗുരുഗ്രാം, ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഈ ഒരു ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ഒരു ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബേസ് വുഡ് സെർവ് ആസ് എ ഹബ് ഓഫ് ടെക്നോളജി ലിങ്കിങ് പ്ലാറ്റ്ഫോം ആൻഡ് പാർട്ട്നേഴ്സ് അക്രോസ് ഓഷ്യൻസ്. INS ആരവല്ലി ഈസ് എക്സ്പെക്ടഡ് ടു ബൂസ്റ്റ് നേവി റെഡിനെസ് ആൻഡ് മാരിടൈം സെക്യൂരിറ്റി. ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ന്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം അറിയാലോ, സാറ്റർഡേസ് ആണ്, ന്യൂസസ് കുറവാണ്, പേടിക്കണ്ട. മൺഡേ ആൻഡ് ട്യൂസ്ഡേ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ന്യൂസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അബൌട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ സ്കാമിനെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയ സ്കാം, എയർ റിലേറ്റഡ് സ്കാമുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതൊരു എഡിറ്റോറിയൽ ആയിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്തത് നമ്മുടെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറയുന്നത് റൈറ്റ് ടു ഡിനയൽ ഓഫ് ഇൻഫോർമേഷൻ ആയിട്ട് മാറി എന്നുള്ള, റൈറ്റ് ടു ഡിനയൽ ഓഫ് ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ പറയാമെന്ന് നമ്മുടെ മുൻ ഇൻഫോർമേഷൻ കമ്മീഷണറായിരുന്ന ശൈലേഷ് ഗാന്ധി പറഞ്ഞിട്ടുള്ളൊരു ഒപ്പീനിയൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സഹ്യാദ്രി ടൈഗർ റിസർവിലെ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ടൈഗേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ റെയിൽവേസിന്റെ ഫ്രീക്വന്റ് ആയിട്ടുള്ള
സിസ്റ്റം ഫെയിലിയറിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ അവിടെ സംസാരിച്ച് നമ്മുടെ കവച് സ്കീമിനെ കുറിച്ചാണ്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റെയിൽ പ്രൊട്ടക്ഷൻ സ്കീമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ 15th വൈസ് പ്രസിഡന്റിന്റെ ഓത്ത്, അതുപോലെ അഫർമേഷൻസിനെ കുറിച്ചാണ്. എങ്ങനെയാണ്, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓത്ത് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷനെ കുറിച്ച്, ഇൻഫ്ലേഷൻ കൂടി എന്നുള്ള കാര്യം പറഞ്ഞു, എന്താണ് അതിന്റെ കാരണമായിട്ടുള്ള പോയിന്റ്സുകളെന്ന് നോക്കി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ INS ആരവലി എന്ന് പറയുന്ന നേവൽ ബേസ് നമ്മൾ ഈ അടുത്ത് കമ്മീഷൻ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ന്യൂസ് കാര്യങ്ങളുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അതുവരേക്കും ഗുഡ് ബൈ.